ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് അത്തപ്പൂക്കളമാണ്. പൂക്കളാണ് ഓണത്തിന് ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിക്കുന്നത്. എവിടെ നോക്കിയാലും അത്തമിടുകയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും കാണാം. അതിന് പൂക്കൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഓണം വന്നാൽ പിന്നെ കേരളത്തിൽ പൂവിന് പൊന്നു വിലയാണ്. ഏതായാലും മാർക്കറ്റിൽ പൂക്കളം പൊടി പിടിക്കുകയാണ്. ആ റിപ്പോർട്ടൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അത്തം മുതലാണ് പൂക്കളം ഇടുന്നത്. തുമ്പപ്പൂ, തുളസിപ്പൂ, തൊട്ടാവാടിപ്പൂ, മുക്കുറ്റിപ്പൂ, കൊങ്ങിണി, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം എല്ലാ പൂക്കളത്തിലും സ്ഥാനം പിടിച്ചവയാണ്. പൂവിടുന്നതിനുമുണ്ട് ചില ചിട്ടകൾ. അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം. നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകം മെഴുകിയ തറയിൽ പൂക്കളമിടാൻ തുടങ്ങുന്നത്. തുമ്പപ്പൂവിട്ടാണ് പൂവിടാൻ തുടങ്ങേണ്ടത്. ആദ്യ 2 ദിവസം തുമ്പപ്പൂവും തുളസിയുമാണ് ഇടുന്നത്. 3-ാം ദിവസം മുതൽ നിറങ്ങളുള്ള പൂക്കൾ ഇടും. 5-ാം ദിവസം മുതൽ കുട കുത്തും. വാഴപ്പിണ്ടിയിലോ വാഴത്തടയിലോ ആണ് കുട കുത്തുന്നത്. ഈർക്കിളിയിൽ ചെമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്ത് വെക്കുന്നതിനാണ് കുട കുത്തുക എന്ന് പറയുന്നത്. കച്ചവടം എല്ലാ വർഷത്തേക്കാളും കുറച്ച് കുറവാണ്. പൊതുവെ കേരളത്തിൽ ആഘോഷം കുറവായതുകൊണ്ട് അത് കച്ചവടത്തിനും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പൂക്കളൊക്കെ നിങ്ങൾ എവിടെ എത്തിക്കുന്നത്? പൂക്കള് തമിഴ്നാട്, കർണാടക, ചിക്ബല്ലാപൂര്, ഗുണ്ടൽപേട്ട, ദിണ്ടുക്കല്ല്, അങ്ങനെ 5-6 സ്ഥലങ്ങളിൽ ഓരോ ഐറ്റം ഓരോ ഭാഗത്തുനിന്ന് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് എല്ലാ കളറും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഓരോ ഐറ്റം ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും കളക്ട് ചെയ്തുകൊണ്ട്. അത്തം 10-ന് തിരുവോണം എന്നാണ് ചൊല്ല്. അത്തം മുതൽ തിരുവോണം വരെ ഇടുന്ന ഓരോ പൂക്കളത്തിനും ഓരോ പ്രത്യേകതകളാണുള്ളത്. ഇപ്പോൾ നിലവിൽ എത്ര തരം പൂക്കളാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു 17, 19, 20 ഐറ്റം ഏകദേശം ഉണ്ടാവും. എല്ലാ ഐറ്റവും ഉണ്ടാവും, എല്ലാ കളറും. ഏത് കളർ വേണമെങ്കിലും എല്ലാ കളറും ഉണ്ടാവും. അപ്പോൾ ദിവസങ്ങൾ ലോഡ് എങ്ങനെയാണ് വരുന്നത്? ദിവസം വരുമോ അതോ മൊത്തത്തിൽ എടുത്ത് വെക്കുന്നത്? ദിവസം നമുക്ക് ഡെയിലി പുലർച്ചെ വണ്ടി വരും. കർണാടകയിലും എല്ലാവിടെയും പൂക്കൾ ആവശ്യമാണ്. ഓണം പറയുന്നത് കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ വിനായക ചതുർത്ഥി ബേസിൽ ബാക്കിയുള്ള പൂവൊക്കെ ടോപ്പ് റേറ്റാണ്. ജനങ്ങൾക്കത് പറയുമ്പോൾ അവർ നമ്മൾ കൊല്ലുകയാണെന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. നമുക്ക് കൃഷി ഇടങ്ങളിൽ എന്ത് വിലയ്ക്കാണോ കിട്ടുന്നത്, ഇന്ന് കിട്ടിയ വിലയ്ക്കാവില്ല നാളെ കിട്ടുക. ആ വിലയ്ക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് കിട്ടിയാൽ നമ്മൾ കുറച്ച് കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഓണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം കണ്ടു തന്നെ അറിയണം. അതെ. പിന്നെ റേറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ കല്യാണ സീസണും വിനായക ചതുർത്ഥിയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒരുമിച്ചല്ലേ വന്നിരിക്കും ഓണം. അപ്പോൾ പൂവ് എല്ലാ സ്റ്റേറ്റുകൾക്കും ഇപ്പോൾ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് റേറ്റും കൂടുതലാണ്. പൂക്കളുടെ വിലയൊക്കെ വരുന്നത് എങ്ങനെയാണ്? പൂക്കളുടെ വില ഒരു 100 രൂപ തൊട്ട് 1000, 800 ആ റേഞ്ച് വരെ ഉണ്ട്. ഓരോ പൂവിനും ഓരോ റേറ്റാണ്. അപ്പോൾ അതിന് ഉപയോക്താക്കളുടെ പ്രതികരണം എന്താണ്? പ്രതികരണം നമ്മളെ കൈയിട്ട് വരണമെന്നാണ്. അതായത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കർഷകനാണെങ്കിൽ നിങ്ങൾ പറയുന്ന വിലയ്ക്കാണ് എനിക്ക് തരാൻ പറ്റുള്ളൂ. നമ്മൾ കൃഷി ചെയ്യണമെന്നല്ല. അപ്പോൾ അവർക്ക് കുറച്ച് പൂവുകൾ വെച്ചാൽ അവർ ഉള്ളത് വിലയ്ക്ക് വെക്കാനേ അവർ ശ്രമിക്കുള്ളൂ. അതിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമുക്ക് നമ്മളെ ബിസിനസ് മുന്നോട്ടും പോകണം. ജനങ്ങളെ കൊല്ലാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, ഒരു സെൻട്രലിലാണ് നമ്മൾ നിൽക്കുന്നത്. പൂക്കളം മാവേലിയെ വരവേൽക്കാൻ ഇടുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്തനാളിൽ പൂക്കളം ഒരുക്കുമ്പോൾ ഒരു ലെയർ പൂക്കൾ മാത്രമാണ് ഇടുക. അതിൻ്റെ വലിപ്പവും ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇന്നേ ദിവസം പൂക്കളം ഇടുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ ഇടരുതെന്നാണ് പറയുക.